Hello. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Yes. Good morning. നമ്മുടെ ക്വാറം തികഞ്ഞോ? വരാനുള്ള ആളുകളുടെ ഫില്ലായോ? ഒരു ആവറേജ് സ്റ്റുഡൻസ് നമുക്കറിയാലോ ഇത്ര കയറുന്ന ആ ഒരു ക്വാറം ഫില്ലായോ എന്നാവോ? ഇല്ലല്ലോ, അല്ലല്ലോ. അതാണ് ഓക്കെ. എന്നാലും നമ്മൾ എടുത്തതൊക്കെ വായിച്ചു നോക്കിയോ നിങ്ങള്? I think 18 18 വരെ കണ്ടു തോന്നുന്നു വരാറ് ക്ലാസ്സില്. ജോയിൻ ചെയ്തോട്ടെ അവര്. വായിച്ചു നോക്കിയാ പറയ്, വായിച്ചൊക്കെ നോക്കിയോ? ഇന്നലെ എടുത്ത പോർഷൻ പറഞ്ഞിരുന്നല്ലോ. ഇന്നലെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക്? എന്റെ അവർ അല്ലാത്തത് കൊണ്ടാണോ ഇല്ലാതിരിക്കണേ? ഇന്നലെ ഞാൻ പറഞ്ഞിട്ടാ പോയത്. ഹലോ, സൗണ്ട് കേൾക്കണല്ലേ നിങ്ങള്? ആ, ഇത് കേൾക്കണല്ല. എനിക്ക് കേൾക്കണില്ലല്ലോ. ഹലോ ഹലോ ഹലോ. ആ, ഇത് കേൾക്കണുണ്ട് അല്ലേ? അപ്പൊ മറുപടി ഇല്ലല്ലോ. ഇന്നലെ എടുത്തതൊക്കെ വായിച്ചു നോക്കിയോ? അതിന് യെസ് ഓർണോ മറുപടി പറയും. നമ്മള് ഇന്നലെ ക്ലാസ്സിൽ വന്നപ്പോ ഞാൻ പറഞ്ഞതാ, എന്റെ ഒരു ക്ലാസ് മൺഡേയിലെ പോയി. അതുകൊണ്ട് നാളെ ഞാൻ തന്നെ ഏതെങ്കിലും ഒരു അവർ ഫസ്റ്റ് ഓർ സെക്കൻഡ് അവർ വാങ്ങിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. ഇഷ്ടായില്ല ഇങ്ങനെ വന്നത്? ഓക്കെ, യെസ്, വായിച്ചൊക്കെ നോക്കിയല്ലേ? അപ്പൊ നമ്മൾ ഇന്നലെ എവിടെ വരെ പറഞ്ഞു നിർത്തിയത്? ആ, ഇഷ്ടായി. ഓക്കെ, താങ്ക് യു. അപ്പൊ കണ്ടീഷൻസ് ഓഫ് അഡ്മിഷൻ. When a patient is admitted in the hospital, what are the conditions to be satisfied? ഒരു ഹോസ്പിറ്റലില് വരുന്ന പേഷ്യൻസിന് എത്രയെങ്കിലും സാഹചര്യത്തിൽ അവരെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ചില കണ്ടീഷൻസ് ആണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത്. അവിടെയാണ് നിർത്തിയത്. അറ്റ് ദ ബാക്ക് ഓഫ് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഫോം, അതായത് അവരുടെ ആ ഒരു കൺസെന്റ്, അതിന്റെ കണ്ടീഷൻസ് ഒക്കെ കൃത്യമായിട്ട് അതിന്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കണം. ഏതിന്റെ? നമ്മുടെ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന പേഷ്യൻസ്, അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കും. ആ വ്യവസ്ഥകളൊക്കെ കൃത്യമായിട്ട് അതിന്റെ ബാക്ക് സൈഡിൽ ഉണ്ടായിരിക്കും. അത് വായിച്ച് ബോധ്യപ്പെട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്കതിന് എന്താ പറയാ, സമ്മതം കൊടുക്കേണ്ടത്. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത്. പേഷ്യന്റ് ആ ഒരു ഇതില് ഒക്കെ കണ്ടീഷൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞു. സൈനിങ് ഓൺ ഇറ്റ്, അതില് സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്യുകയാണെങ്കിൽ ആ റുട്ടീൻ ഹെൽത്ത് കെയർ കൊടുക്കാൻ അല്ലെങ്കിൽ എന്താ പറയാ റിസീവ് ചെയ്യാൻ ഞങ്ങൾക്ക്, എനിക്ക് കുഴപ്പമില്ല, എനിക്കൊരു തടസ്സവും ഇല്ല എന്ന് കാണിക്കാനാണ്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിലൊരു കാര്യമാണ് ഹോസ്പിറ്റലിന് ഈ പറയുന്നതിന്റെ റിസൾട്ട്. അങ്ങനെ കിടത്തി ചികിത്സിച്ചു, എന്തെങ്കിലും ഓപ്പറേഷൻസ് വേണം, മറ്റേതെങ്കിലും ടെസ്റ്റുകൾ നടത്തണം, അതിനൊരു ഗ്യാരണ്ടി ഒന്നും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസിന് പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരിക്കും ഈ ബാക്ക് സൈഡിൽ ഉണ്ടാകുക. അത് നമ്മൾ ഓക്കെ, വി ആർ ഓക്കെ വിത്ത് ഓൾ ദീസ് കണ്ടീഷൻസ്, ഈ കണ്ടീഷൻസ് ഒക്കെ ഞങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് നമ്മൾ കൊടുക്കുന്ന സമ്മതമാണ് അതിൽ ഒപ്പിടുമ്പോ. മനസ്സിലായി? അപ്പൊ റുട്ടീൻ ഹെൽത്ത് കെയർ ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു പോകാതെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ സൗകര്യപ്രദമായ രീതിയിൽ ആ പേഷ്യന്റിനെ നോക്കാൻ ഡോക്ടേഴ്സിനും അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകൾക്കും ഒക്കെ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത്, അത് എപ്പോഴെപ്പോഴും പോയി വാ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനാണ് അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഹോസ്പിറ്റലിലുള്ളത്, അല്ലെ? പണ്ടൊക്കെ വീടുകളിലൊക്കെ പോയി ചികിത്സിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് പെട്ടെന്ന് എന്തെങ്കിലും കിടക്കുന്ന രോഗികൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസ്വസ്ഥത വന്നു, അപ്പൊ വേഗം ഡോക്ടറെ വിളിച്ചാൽ വരുമായിരുന്നു. നമ്മൾ വണ്ടി കൊണ്ട് അങ്ങനെ ചെന്നാൽ മതിയായിരുന്നു, അല്ലെ? വരുമായിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല. കാരണം എന്താ? ഹോസ്പിറ്റൽസ് ആർ ബിസി വിത്ത് പേഷ്യൻസ്. ഇന്ന് രോഗികളുടെ എണ്ണം കൂടുതലാണ് ഹോസ്പിറ്റൽസ്. അവർക്ക് തന്നെ നിന്നിരിക്കാൻ നേരമില്ല, അല്ലെ? ഓരോ പ്രൊസീജിയേഴ്സ്, ഒരുപാട് ടെസ്റ്റുകൾ, ഒരുപാട് ഓപ്പറേഷൻസ് ഡേ ബൈ ഡേ ഓരോ ഹോസ്പിറ്റലിൽ എത്രയൊക്കെയാണ് നടക്കുന്നത്. സോ അവർക്ക് തന്നെ ഒന്ന് പതുക്കെ റെസ്റ്റ് ചെയ്യാൻ പോലും സമയമില്ല. ഹോസ്പിറ്റൽസിൽ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, അല്ലെ? അവർ ഒരുപാട് സമയം അവർക്ക് അവിടെ ഡ്യൂട്ടി ആയിട്ട് ചെയ്യേണ്ടി വരും.
കാരണം ഹോസ്പിറ്റൽസ് ആർ പ്രൊവൈഡിങ് 24 hours സർവീസ് അല്ലെ, 24 മണിക്കൂർ സേവനമാണ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഓരോ ഷിഫ്റ്റ് അനുസരിച്ചും ഓരോ സമയങ്ങളിൽ അവർ വരുമ്പോൾ ഇരിക്കാൻ പോലും, അതായത് നമ്മളൊക്കെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ കുറച്ചു നേരമൊക്കെ ഇരിക്കാം, പക്ഷെ ഇവിടെ ഇരിക്കാൻ പോലും നേരമില്ലാതെ എന്താ പറയാ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനിടയ്ക്ക് വീടുകളിൽ വയ്യാതെ കിടക്കുന്നവരെയൊക്കെ ശുശ്രൂഷിക്കുന്നവരൊന്നും പെട്ടെന്നൊന്നും പറ്റില്ല. എന്നാൽ അത് പൂർണ്ണമായും നിർത്തിയതല്ല, ചില സ്ഥലങ്ങളിൽ അങ്ങനെയും ഇന്നത്തെ കാലത്ത് കുറച്ച് സ്ഥലങ്ങളിൽ കുറച്ചുകൂടി ഒരു മൊബൈൽ സർവീസ് കൊടുക്കുന്ന സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമുണ്ട് ചിലത്, അത് ചില എക്സെപ്ഷണൽ കേസസ് ആണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പൊ അങ്ങനെ, അപ്പൊ അതൊക്കെ ഇതിന്റെ ഈ ടേംസ് ഒക്കെ എവിടെ ഉണ്ടാകും, ഈ അഡ്മിഷന്റെ അല്ലെങ്കിൽ രജിസ്റ്റർ ഫോമിന്റെ ബാക്കിൽ ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ അഡ്മിഷൻ ക്ലർക്ക് ടു എക്സ്പ്ലെയിൻ ഓർ ടു ഡിസ്ക്രൈബ് ടു ദ പേഷ്യന്റ് ദ കണ്ടന്റ്സ് ഓഫ് ദ ഫോം ആൻഡ് ഓൾസോ ഇറ്റ്സ് പർപ്പസ്. ആ ഫോമിന്റെ ഉദ്ദേശം എന്താണ്, ആ ഫോമിന്റെ കണ്ടന്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് വിവരിച്ചു കൊടുക്കാൻ ആര് ബാധ്യസ്ഥനാണ്? അഡ്മിഷൻ ക്ലർക്ക്. കേട്ടോ, അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സോ മൂവിംഗ് ടു ദ നെക്സ്റ്റ് പാർട്ട്. അടുത്തത് കൺസെന്റ് ഓഫ് റിലീസ് ഇൻഫോർമേഷൻ, അതായത് ഇൻഫോർമേഷൻസ് റിലീസ് ചെയ്യാനുള്ള സമ്മതം. ഇപ്പൊ ഞാനൊരു പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പൊ നമ്മളെ സംബന്ധിക്കുന്ന ചില വിവരങ്ങൾ മറ്റുള്ളവർ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ ചോദിക്കുമ്പോ അതിന്റെ സമ്മതം പേഷ്യന്റിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്സ്, അത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കണം. ആ സമ്മതം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഇറ്റ് ക്യാൻ ബി പ്രൊവൈഡ്, അതിന് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽസ് അങ്ങനെ ഒരു കാര്യം എന്താ പറയാ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില ഓർഗനൈസേഷൻസിലോ ഒക്കെ ഇങ്ങനെയുള്ള നമ്മളുടെ പേഷ്യന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കണമെങ്കിൽ അതിന്റെ കോപ്പീസ് പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സിൽ ഉണ്ടെങ്കിൽ അത് എടുത്തു കൊടുക്കാൻ അനുവാദമുണ്ട് ഹോസ്പിറ്റൽസിന്. പക്ഷെ അതിന്റെ സമ്മതം എവിടെ വാങ്ങിച്ചിരിക്കണം? ആ ഫോമിന്റെ അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫോമിന്റെ ബാക്കിൽ അതിന്റെ സമ്മതത്തോടെ വാങ്ങിച്ചിരിക്കണം. ഇതിനകത്ത് കൊടുക്കാം. ആ പേഷ്യന്റിന്റെ സമ്മതം വാങ്ങിക്കുന്നത് ഈ പ്രകാരമാണ്. പേഷ്യന്റ് സിഗ്നേച്ചർ ഹാവ് ടു ബി പുട്ട് ഓൺ ദാറ്റ് ഫോം. ആ ഒരു ഫോമിന്റെ പുറകില് എന്തുണ്ടായിരിക്കണം? പേഷ്യന്റിന്റെ സിഗ്നേച്ചർ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ ഒരു എപ്പിസോഡ് ഓഫ് കെയറിന്റെ ഇൻഫോർമേഷൻസ് ഇതിനകത്ത് കൊടുക്കാൻ സമ്മതമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മനസ്സിലായി? കൊടുക്കാനുള്ള അനുവാദമൊക്കെ ഹോസ്പിറ്റൽസിനുണ്ട്. ഇപ്പൊ നോക്ക്, ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഇപ്പൊ നമ്മളുടെ ഫാമിലിയിൽ പെട്ട ഏതെങ്കിലും ഒരു ഡോക്ടേഴ്സിന് നമുക്ക് ഭയങ്കര എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പൊ ആൾക്ക് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ നമ്മളുടെ ഏതെങ്കിലും റിലേറ്റീവ്സ് ഭയങ്കര എന്താ പറയാ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി ഡോക്ടേഴ്സോ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിലായിരിക്കും പോയേക്കണേ. വേറെ ദൂരമൊന്നും പോകാനായിട്ട് നമുക്ക് ചിലപ്പോൾ സമയവും അവകാശവും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾക്ക് ഏറ്റവും എന്താ പറയാ അടുത്തുള്ള ചില ഡോക്ടേഴ്സ് ഒക്കെ ഹോസ്പിറ്റലിൽ വന്ന്, അല്ലെങ്കിൽ ഹോസ്പിറ്റലില് ഡോക്ടേഴ്സ് തന്നെ വേണമെന്നില്ല, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സസ് ആണെങ്കിലും ഹോസ്പിറ്റലിലെ നഴ്സസ് ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് വിൽ ബി അവരുടെ എന്താ പറയാ കഴിവുകളൊക്കെ ഇക്വാലന്റ് ടു എ ഡോക്ടർ. ഒരു ഡോക്ടർക്ക് തുല്യമായിട്ടുള്ള സേവനം കൊടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അവര് കുറെ വർഷങ്ങളായിട്ടേ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഡോക്ടേഴ്സിന്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും അവരും പഠിച്ചെടുത്തിട്ടുണ്ടാവും അല്ലെ. കുറെ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ കൂടെ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റും ഇല്ലേ? പറ്റൂല്ലേ? കൂടെ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ലേ? പറ്റും. അപ്പൊ ഇതുപോലെ അങ്ങനെ എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട് അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് വർഷങ്ങളായിട്ട് കൂടെ ഡോക്ടേഴ്സിന്റെ ആ ഈക്വലന്റ് പൊസിഷൻ, അവരുടെ എന്താ പറയാ റെക്കോർഡിക്കൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഡോക്ടർ എന്ന് പറയുന്ന പൊസിഷൻ അല്ല, പക്ഷെ കൂടെ നിന്ന് ഒരു ഡോക്ടർ ഇല്ല എങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വിശ്വസിച്ച് ഇന്ന നഴ്സിനെ ഏൽപ്പിക്കാം എന്ന് ഉറപ്പുള്ള ചില ആൾക്കാരാവും അങ്ങനെ. മനസ്സിലായോ? അപ്പൊ അവർക്കും ആണെങ്കിലും ആരെങ്കിലും ഒക്കെ ഒന്ന് ചോദിക്കുമ്പോ ഇതൊന്ന് പ്രൊവൈഡ് ചെയ്യണം, ഇതൊക്കെ ഒന്ന് കൊടുക്കണം. പക്ഷെ അത് പേഷ്യന്റിന്റെ കൺസെന്റോട് കൂടി തന്നെയായിരിക്കണം അത് കൊടുക്കേണ്ടത്. അതിന് സിഗ്നേച്ചർ അതിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. പേഷ്യന്റിന്റെ സിഗ്നേച്ചർ ഇല്ലാതെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഇതുപോലെ റിലീസ് ചെയ്താൽ ആൻഡ് ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം പിന്നീട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എന്തെങ്കിലും തർക്കങ്ങളോ എല്ലാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി തീരും. അപ്പൊ അത് ഇല്ലാതിരിക്കാനാണ്. മനസ്സിലായോ? അതാണ് കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫോർമേഷൻ എന്നെ കുറിച്ച് പറയുന്നത്. ക്ലിയർ ആയോ ആ ഒരു പോയിന്റ്? ആ പോയിന്റുകള് അതില് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് പേഷ്യന്റ് സിഗ്നേച്ചർ ഓൺ ദിസ് ഫോം പെർമിറ്റ്സ് ദ hospital to release medical information compiled during the current episode of care. ഏത് ഫോം? ദിസ് ഫോം എന്നതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കൂട്ടി വായിക്കണം, അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഫോം. നമ്മൾ വായിക്കേണ്ടത് എങ്ങനെയാ സെന്റൻസ്? Patient's signature on the admission or discharge form permits the hospital to release medical information. ഈ ഡിസ്ചാർജ് ഫോമിൽ അല്ലെങ്കിൽ അഡ്മിഷൻ ഫോമില് പേഷ്യന്റിന്റെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ
അതിനകത്തുള്ള മെഡിക്കൽ റെക്കോർഡ്സുകൾ, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് ആർക്കെങ്കിലും റിലീസ് ചെയ്യാനുള്ള അനുമതിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ദിസ് ഫോം എന്നുള്ളത് നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഫോം എന്ന് ചേർത്ത് വായിക്കണം. അതൊന്ന് വേണമെങ്കിൽ അവിടെ ബ്രാക്കറ്റ് ഇട്ടോ. രണ്ടാമത്തെ പോയിന്റിൽ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഫോം എന്നുള്ളതിന്റെ നേരെ ബ്രാക്കറ്റ് ഇട്ടിട്ട് നേരെ ഒരു ആരോ മാർക്ക് കൊടുത്താൽ മതി ആ ദിസ് ഫോമിന്റെ മേലെ. അപ്പൊ മനസ്സിലാക്കി നിങ്ങൾക്ക് അതനുസരിച്ച് പഠിക്കാം. മനസ്സിലായോ? ഇമ്പോർട്ടന്റ് പോയിന്റ് ആണത്. ക്ലിയർ? യെസ്, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ അത്. ഇനി സം കേസസ് നീഡ്സ് സം സ്പെഷ്യൽ കൺസെന്റ്സ്. എന്നാൽ ചില കാര്യങ്ങൾക്ക് ചില സ്പെഷ്യൽ കൺസെന്റ് കൂടി വാങ്ങിക്കേണ്ടതുണ്ട്. ചില പ്രത്യേക അനുമതികൾ, അനുവാദങ്ങള് വാങ്ങിക്കണം, സമ്മതം വാങ്ങിക്കണം. ആരുടെ എന്നൊക്കെ? പേഷ്യൻസിലേക്ക്. സോ എന്താണ് ആ സ്പെഷ്യൽ കൺസെന്റുകൾ വാങ്ങിക്കേണ്ട സാഹചര്യങ്ങളാണ് അടുത്തത് പറയുന്നത്. ഈഡർ ഫോർ എനി നോൺ റുട്ടീൻ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് ഡൺ ഫോർ ദ പേഷ്യന്റ്. ഇപ്പൊ ഒരു രോഗിക്ക് റുട്ടീൻ അല്ലാത്ത, അതായത് ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മരുന്ന് കൊടുക്കണം, അതിനൊന്നും പേഷ്യന്റിന്റെ സമ്മതമൊന്നും ചോദിക്കേണ്ട. അതല്ലാതെ നോൺ റുട്ടീൻ ആയിട്ടുള്ള കെയർ കൊടുക്കണമെങ്കിൽ, ഇപ്പൊ ലൈക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്തണം, എന്തെങ്കിലും ഒരു ചികിത്സാബദ്ധമായിട്ടുള്ള മറ്റേതെങ്കിലും ഒരു പ്രൊസീജിയർ ആളുകൾ നടത്തണം, എന്തെങ്കിലും ഒരു ടെസ്റ്റ് നടത്താനോ, ചിലപ്പോ വലിയ വലിയ ടെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എൻഡോസ്കോപ്പി പോലെയുള്ള ടെസ്റ്റ് ഒക്കെ, അപ്പൊ ചിലപ്പോ അത് നിർബന്ധപൂർവ്വം അങ്ങനെ ചെയ്യാലോ. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റ് നടത്തണം എന്നുള്ളത് പേഷ്യന്റിനെ അറിയിക്കണം. അതിന് നിങ്ങൾക്ക് സമ്മതമാണോ? ആ സമ്മതമൊക്കെ ചോദിക്കണം. അങ്ങനെ നോൺ റുട്ടീൻ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് പേഷ്യൻസിന് കൊടുക്കണമെങ്കിൽ അവരിൽ നിന്ന് സ്പെഷ്യൽ കൺസെന്റ് വാങ്ങിച്ചിരിക്കണം. മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? സ്പെഷ്യൽ കൺസെന്റ് ഒന്നാമത്തെ കേസിൽ നീഡഡ് ഫോർ എനി നോൺ റുട്ടീൻ ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് ഡൺ ഫോർ ദ പേഷ്യന്റ്. പേഷ്യൻസിൽ നടത്തുന്ന നോൺ റുട്ടീൻ ആയിട്ടുള്ള, അതായത് സാധാരണഗതിയിൽ നടത്തുന്നതല്ല, അല്ലാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഡയഗ്നോസ്റ്റിക് കാര്യങ്ങളോ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രൊസീജിയേഴ്സോ നടത്തുകയാണെങ്കിൽ അതിന് സ്പെഷ്യൽ കൺസെന്റ് ആവശ്യമാണ് എന്നാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലായോ എല്ലാവർക്കും? യെസ്. അടുത്തത്, അപ്പൊ ഈ പറയുന്ന ഒരു കൺസെന്റ് ഷുഡ് ബി ഗിവൺ ഇൻ ആസ് എ റിട്ടൺ പ്രൂഫ്. ഇത് വെറുതെ സമ്മതാണോ? ആ സമ്മതാണ് എന്നും പറഞ്ഞിങ്ങനെ അഭയാട്ടി തലകുലിക്ക് നമ്മൾ ഓർലി മാത്രം പറയുന്നതല്ല. ആ ഒരു സമ്മതം ഇറ്റ് ഷുഡ് ബി ഗിവൺ ഇൻ റിട്ടൺ ഫോം. അത് പേഷ്യന്റിന് റിട്ടൺ ഫോമിൽ തന്നെ പറയുന്നത് വാങ്ങിക്കണം. സോ ദാറ്റ് ദ പേഷ്യന്റ് അഗ്രീസ് ഫോർ ദാറ്റ് പ്രൊസീജിയേഴ്സ്. അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിന് ഈ പറഞ്ഞിരിക്കുന്ന ഫോമിലുള്ള ഈ കാര്യം ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കുന്നു എന്നുള്ളത് ഒരു റിട്ടൺ ഫോമിലുള്ളതിനകത്താണ് ആളെ കൊണ്ട് സമ്മതിപ്പിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ അല്ലാതെ ആളോട് ചോദിക്കുകയാണത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ട്, അത് നിങ്ങൾക്ക് സമ്മതമാണോ? അതായത് ചില പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുമ്പോൾ പേഷ്യൻസിന് പല രീതിയിലുള്ള എന്താ പറയാ, അവരുടെ രോഗത്തിന്റെ വിഗതികൾ മാറാറുണ്ട്. അപ്പൊ അതിന് പിന്നീട് ഹോസ്പിറ്റൽസിനെതിരെ വലിയ കംപ്ലൈന്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ടു അവോയ്ഡ് ദിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനാണ് ഇത്തരം കൺസെന്റ് രോഗികളിൽ നിന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ രോഗികൾ പറയാൻ അല്ലെങ്കിൽ അത്തരം സമ്മതം കൊടുക്കാൻ കേപ്പബിൾ ആണെങ്കിൽ അവരെ കൊണ്ട് തന്നെ, അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവിടെ ആരാണോ നിൽക്കുന്നത് അവരോട് സമ്മതിപ്പിക്കുക. ക്ലിയർ ആണോ? മനസ്സിലായോ? അത് റിട്ടൺ ഫോമിലും വേണം എന്നാണ് പറയുന്നത്. ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ. ആൻഡ് ഈ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അക്കോർഡിംഗ് ടു ദ ലോ, ആസ് പെർ ദ ലോ, നിയമപരമായിട്ട് മെഡിക്കൽ സ്റ്റാഫ്സിന് എന്ത് ചെയ്യാം? കണ്ടക്ട് ദ പ്രൊസീജിയേഴ്സ്, ആ തരം പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ അവര് ബാധ്യസ്ഥരാണ്. രോഗി സമ്മതിച്ചു അല്ലെങ്കിൽ രോഗിയുടെ കൂടെയുള്ള ആളുകൾ സമ്മതിച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള സർജിക്കൽ ഓപ്പറേഷൻസോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് അങ്ങനെ നടപ്പിലാക്കാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ ഈ പറയുന്ന കൺസെന്റ്, പേഷ്യന്റിന്റെ കൺസെന്റ് അല്ലെങ്കിൽ പേഷ്യന്റിന് വേണ്ടിയിട്ട് ലീഗലായിട്ട് ആരാണോ നിൽക്കുന്നത് അവരുടെ നിന്ന് സമ്മതം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് അവിടെ ഉറപ്പുവരുത്തണം. മനസ്സിലായോ? ഹോസ്പിറ്റൽസിന് അങ്ങനെ ഒരു അധികാരമുണ്ട്, അവർക്ക് ചെയ്യാം. പക്ഷെ ഇത് കൺസെന്റ് വാങ്ങിച്ചിട്ട് മാത്രം, അത് പറഞ്ഞ് അവരിൽ നിന്ന് സമ്മതിപ്പിച്ച് റിട്ടൺ ഫോമിൽ അത് വാങ്ങിച്ചതിന് ശേഷം they can do surgical operations or any other procedures. സർജറിയോ മറ്റേതെങ്കിലും പ്രൊസീജിയേഴ്സോ ഒക്കെ ചെയ്യാം. വലിയൊരു മുറിവാണ്, ആഴത്തിലുള്ള മുറിവാണ്, ചിലപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഏതെങ്കിലും ഇൻഫെക്റ്റഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അത്തരം പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് കേട്ടോ.
അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഇത് രോഗിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കൺവേ ചെയ്യണം ഇങ്ങനെ ഒരു കാര്യമാണ്, അപ്പൊ അത് നിങ്ങളുടെ ഇൻഫെക്ഷൻസ് തടയാറാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇത് ചെയ്യണം എന്നുള്ളത് ആളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ആളുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ്, നിയമപരമായിട്ട് അവകാശം മറ്റാരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ സമ്മതം വാങ്ങിക്കുക. എക്സെപ്റ്റ് ഇൻ സം എമർജൻസി കേസസ്, എന്നാൽ ഇത്തരം സാധ്യതകൾ കൺസെന്റിന് വേണ്ടി കാത്തു നിൽക്കാതെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് എമർജൻസീസ്. അതെപ്പോൾ മാത്രമാണ്? അത്യാഹിതം ഗൗരവമേറിയ ചില കാര്യങ്ങളുമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് രോഗിയുടെ എന്താ പറയാ സമ്മതത്തിന് വേണ്ടി കാത്തുക്കാൻ പറ്റില്ല. അന്നേരം എമർജൻസിയാണ്. ഇപ്പൊ ഒരു വലിയ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു രോഗിയെ കൊണ്ടുവന്നിരിക്കുകയാണ്, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്തോട്ടെ അങ്ങനെയൊക്കെ നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കാൻ നേരില്ല. അപ്പൊ അത്തരം കേസസിൽ എന്ത് ചെയ്യും, വേഗം തന്നെ ആളെ ഓപ്പറേഷൻ ചെയ്ത് ഇപ്പൊ ഭയങ്കര ബ്ലീഡിങ്, ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ഏതെങ്കിലും ഒരു ഓർഗനിൽ നിന്ന് ഭയങ്കര ബ്ലീഡിങ് വന്നിരിക്കുകയാണ്. സോ ഇറ്റ് മേ കോസ് ഡെത്ത്, അത് ചിലപ്പോൾ മരണത്തിൽ പോകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് സർജറിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അന്നേരം സമ്മതം രോഗിയുടെ ആണെങ്കിലും കൂടെ അവരെയൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല, വേഗം തന്നെ അതായിരിക്കും ആദ്യം തന്നെ ചെയ്യാം. ക്ലിയർ ആയോ പറഞ്ഞത്? അതെല്ലാം പറഞ്ഞിരിക്കുന്നത് എക്സെപ്റ്റ് ഇൻ എമർജൻസീസ്. എമർജൻസീസ് ഒഴികെ ബാക്കിയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സർജറീസ് പ്രൊസീജിയേഴ്സ് ചെയ്യണമെങ്കിൽ ബൈ ലോ, നിയമപരമായിട്ട് ബൈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓരോ സ്റ്റേറ്റും അനുശാസിക്കുന്നത് ഇതാണ്. പേഷ്യന്റിന്റെ കൺസെന്റ് തീർച്ചയായും എടുക്കണം. അതും ഒരു റിട്ടേൺ ഫോമിൽ തന്നെ ആയിരിക്കണം വേണ്ടത്. ദെൻ ഓൺലി ദ ഓപ്പറേഷൻസ് ക്യാൻ ബി എക്സിക്യൂട്ടഡ്. അതിനുശേഷം മാത്രമാണ് ഓപ്പറേഷൻസ് നടപ്പിലാക്കാൻ പാടുള്ളൂ. എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നടപ്പിലാക്കുക. ക്ലിയർ ആണല്ലോ? ആ തേർഡ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. എല്ലാം കൂടി ഒറ്റ അടിക്ക് ആ തേർഡ് പോയിന്റിലുണ്ട്. തേർഡ് പോയിന്റിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? പറഞ്ഞോട്ടെ അടുത്തത്. Now let's see which are the clinical data of a patient. ഓരോ പേഷ്യൻസ് ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന്റെ ക്ലിനിക്കൽ ആയിട്ടുള്ള കുറെ ഡാറ്റകൾ അവിടെ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഡാറ്റാസ്? ഓരോന്നോരോന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ എക്സ്പ്ലനേഷൻസ് തൊട്ടടുത്ത പേജുകളിലുണ്ട്. അപ്പൊ തൊട്ട് ഞാൻ ഇത് വെറുതെ അങ്ങ് വായിക്കുള്ളൂ. എക്സ്പ്ലനേഷൻസിൽ നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ കാണും. ഓക്കെ, ഏതൊക്കെ ക്ലിനിക്കൽ ഡാറ്റാസ് ആണ്? അതായത് ഒരു രോഗി ഹോസ്പിറ്റലിൽ വരുന്നത് മുതൽ അവർ ഹോസ്പിറ്റൽ വിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് വരെ അഡ്മിഷൻ കിടക്കുന്ന പേഷ്യൻസ് ആവാം, അതല്ല ഔട്ട് പേഷ്യൻസ് ആവാം. ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഒക്കെ പല പല റെക്കോർഡുകൾ അവിടെ ഉണ്ടാവുന്നു നമ്മൾ പറഞ്ഞു. പല പല ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടാണ് അത് റെക്കോർഡായി മാറുന്നത്, അല്ലെ? അപ്പൊ രോഗികളിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ ചോദിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു രോഗി ഡോക്ടറെ കാണാൻ വന്നിരിക്കുകയാണ്, കൺസൾട്ടേഷൻ റൂമിൽ അവർ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളോട് കുറെ കാര്യങ്ങൾ ചോദിക്കും കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അതായത് നമ്മളുടെ രോഗത്തെ കുറിച്ച് കേട്ട് നമ്മളുടെ പല കാര്യങ്ങളും കേട്ടിട്ട് ആ രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഡോക്ടർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ മനസ്സിലാകുന്ന കാര്യങ്ങൾ അവർ എഴുതും നമ്മുടെ ആ പേഷ്യന്റിന്റെ ചാർട്ടിൽ, അല്ലെ? എല്ലാം എഴുതും. അല്ലാണ്ട് വീട്ടില് ചിലപ്പോ എന്തെങ്കിലും എന്താ പറയാ ജനറൽ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കും, അല്ലെ? അത് മുഴുവനൊന്നും ഇതിനകത്ത് എഴുതി പിടിപ്പിക്കില്ല. നമ്മൾ പറയുന്നത് മുഴുവനും അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നില്ല. അതിനകത്ത് ആ രോഗിയുടെ രോഗം എന്താണെന്ന് കണ്ടെത്താൻ പോകുന്നതിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങളുണ്ടായിരിക്കും. അതായിരിക്കും ഇതിനകത്ത് പേഷ്യന്റിന്റെ ചാർട്ടില് ഉൾപ്പെടുത്തുക, അങ്ങനെയല്ലേ? എന്നിട്ട് അതനുസരിച്ച് നോക്കിയിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്യും, എന്ത് രോഗമാണോ അതിനുള്ള മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഈ ആളുടെ രോഗം എന്താണ് ഈ ഒരു പരിശോധനയിലൂടെയോ വെറുതെ ആളുടെ കയ്യിൽ നിന്ന് കേട്ട ഇതിൽ നിന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് 2 ദിവസം കിടക്കണം, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്കത് കൃത്യമായിട്ട് വ്യക്തമാകണമെങ്കിൽ വേറെ ടെസ്റ്റുകളൊക്കെ വേണം. അപ്പൊ അതുകൊണ്ട് അഡ്മിറ്റ് ആകണം, അങ്ങനെയുള്ള കാര്യമൊന്നും പറയും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ പറയുന്നതിൽ നിന്ന് രോഗിയുടെ രോഗം കണ്ടെത്താനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പേഷ്യന്റിന്റെ ചാർട്ടിൽ കുത്തിക്കുറിക്കുക, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റൽസിൽ ഒരുപാട് പേഷ്യൻസിന്റെ ഒരുപാട് ഡാറ്റാസ് പല പല സ്ഥലത്തും ഉണ്ടാവും. ഈ ഡാറ്റാസ് എല്ലാം കൂടി ചേർത്ത് അത് മെഡിക്കൽ റെക്കോർഡ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പേഷ്യന്റായി മാറും, അല്ലെ? ഒരു യൂണിറ്റ് ഓഫ് റെക്കോർഡ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു. ഒറ്റ യൂണിറ്റ് ഓഫ് റെക്കോർഡാണ് ഓരോ പേഷ്യൻസിനും ഉള്ളത് വിത്ത് 1 ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ, പല പല റെക്കോർഡ്സ് ഇല്ല. അപ്പൊ ഒറ്റ പേഷ്യന്റിന്റെ ഒറ്റ റെക്കോർഡായിട്ട് അതവിടെ വെക്കും. ആള് ആ ഒരു എപ്പിസോഡ് ഓഫ് കെയർ, ഒരു പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ വന്നു, അതിന്റെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആളുടെ റെക്കോർഡ് വേഗം മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. അങ്ങനെയുള്ള പല റെക്കോർഡ്സും എങ്ങനെയാണ് ആകുന്നത്? അത് ഈ പറയുന്ന ഡാറ്റാസിൽ നിന്നാണ്. എന്തൊക്കെയാണ് ഡാറ്റാസ്? ഒന്ന് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്, അഡ്മിറ്റ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ഉള്ള റെക്കോർഡ്. ഇതൊക്കെ എക്സ്പ്ലനേഷൻ അപ്പുറത്തുണ്ട് കേട്ടോ. ഓരോന്നിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഒരു എത്ര ഉണ്ട്?
അതെ 23 ഉണ്ട്. 23 എക്സ്പ്ലനേഷൻസ് ആണ്. നിങ്ങൾ 23 ഞാൻ പഠിക്കണമല്ലോ. ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞു കാര്യമാണ് അതിനകത്ത് പറഞ്ഞേക്കണം. കുറെ നെറ്റ് വെച്ചൊന്നും എഴുതിയിട്ടില്ല. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് പഠിച്ചാൽ മതി. ഓക്കെ, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്, പിന്നെന്താ മെഡിക്കൽ ഹിസ്റ്ററി, പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, നമ്മുടെ രോഗം ഇങ്ങനെ പരിശോധിച്ചൊക്കെ നോക്കും. നമ്മുടെ നടപ്പും മട്ടും ഭാവവും ഒക്കെ ചില രോഗങ്ങൾക്കൊക്കെ ഇപ്പൊ ഓർത്തോ വിഭാഗത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, ന്യൂറോളജി. അപ്പൊ അങ്ങനത്തെ ചില ഫിസിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ നടത്തേണ്ടി വരും. അത് പിന്നെ ഫിസിഷ്യൻസ് ഓർഡർ ആണ് കേട്ടോ. ഫിസിഷ്യൻസ് ഓർഡർ ഉണ്ട് കേട്ടോ അവിടെ, ORDER. നാലാമത്തേല് ഫിസിഷ്യൻസ് മാത്രമല്ല ഓർഡർ എന്ന് പറഞ്ഞ വാക്ക് പോയി തോന്നുന്നു. എന്റെ ഡൗട്ടിലാണ്. നിങ്ങളുടെ ഉണ്ടോ ഫിസിഷ്യൻസ് ഓർഡർ? ഉണ്ടോ? ഇല്ല. ഹലോ ആരുമില്ലേ? ചേട്ടന്മാരില്ലേ? മാം ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട് എന്നാണ് ഞങ്ങളെ നോക്കിയുള്ളത്. അത് ഒരുമിച്ച് ആയി പോയതാന്ന് തോന്നുന്നു കേട്ടോ. ഫിസിഷ്യൻസ് ഓർഡർ വേറെ, ഫിസിഷ്യൻസ് മറ്റേ പ്രോഗ്രസ് നോട്ട് തൊട്ട് താഴെയാണ്. അതുകൊണ്ടാണ് അത് വിട്ടുപോയത് കേട്ടോ. ഓക്കെ, അതൊന്ന് ചേർക്കണേ. ഫിസിഷ്യൻസ് ഓർഡർ, പ്രോഗ്രസ് നോട്ട് വേറെ. അത് കുഴപ്പമില്ല, ഇവിടെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എക്സ്പ്ലനേഷനിൽ അവിടെ പോയിട്ട് കിടക്കുന്നുണ്ട്. എക്സ്പ്ലനേഷൻസിലില്ലേ കേട്ടോ, ഫിസിഷ്യൻസ് ഓർഡർ കിടക്കുന്നത്. ഫിസിഷ്യൻസ് ഓർഡറിന്റെ എക്സ്പ്ലനേഷൻ കിടക്കുന്ന ഒരു സെന്റൻസ്. ഓക്കെ, അതിന്റെ തൊട്ടുകാരെ പ്രോഗ്രസ് നോട്ട് വേറെ ഉണ്ട്. അവിടെ തെറ്റിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് അവിടെ ഉണ്ടല്ലോ. അത് മനസ്സിലായോ? രണ്ടും ഉള്ളതാണ്. ഓക്കെ, ഫിസിഷ്യൻസ് ഓർഡർ, പ്രോഗ്രസ് നോട്ട്, പാത്തോളജി റിപ്പോർട്ട്സ്, റേഡിയോളജി റിപ്പോർട്ട്സ്, ഇലക്ട്രോകാർഡിയോഗ്രാഫ് റിപ്പോർട്ട്സ്, consultation report, operating data, anesthesia report, recovery room record, operating report, nursing data, nurses notes, CPR graphic chart, medication sheet, diet chart, physical therapy reports, respiratory therapy reports, miscellaneous reports, laboratory reports, and discharge summary. ഇത്രയും കാര്യങ്ങള് ഒരു പേഷ്യന്റിന്റെ ഇൻപേഷ്യൻസ് ആകുന്നത് കൂടി അടക്കമായതാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഡാറ്റാസ് പല പേഷ്യൻസിന്റെയും അവിടെ റെക്കോർഡ്സ് ആയിട്ട് വരാറുണ്ട്. ഇത്രയും ഡാറ്റാസ്, ക്ലിനിക്കൽ ഡാറ്റാസ് ആണ് ഇത്. അപ്പൊ നമുക്ക് ഇനി ഇത് ഓരോന്നും നോക്കാം എന്തൊക്കെയാണ് കേട്ടോ. അപ്പൊ 23 കേട്ടോ. അപ്പൊ നിങ്ങളുടെ 23 അതെ 23 ചിലപ്പോൾ നിങ്ങളുടെ അത് 22 കിടക്കുക അല്ലെ? ആണോ? ഫിസിഷ്യൻസ് ഓർഡർ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ അത് അതിന്റെ എക്സ്പ്ലനേഷൻസിലുണ്ട്. സോ ലെറ്റ്സ് സീ ഫസ്റ്റ് വൺ, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്. പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതിനും ഡിസ്ചാർജ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള റെക്കോർഡുകളാണ്. ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള അഡ്മിഷന്റെ സമയത്ത് എന്തൊക്കെയാണോ ഇയാൾക്ക് പരിശോധനകൾ നടത്തിയത്, ആൾക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് നടത്തുന്നത്, അതൊക്കെ ഇതിനകത്ത് ഡിസ്ചാർജ് റെക്കോർഡും അല്ലെങ്കിൽ അഡ്മിഷൻ റെക്കോർഡിനകത്ത്. ഇതിൽ രണ്ടിനൂടെയൊക്കെ ഏകദേശം ഒരു ഫോമാണ്. ചില കാര്യങ്ങൾ മാത്രമേ വ്യത്യാസം ഉണ്ടാകുള്ളൂല്ലോ. അതുകൊണ്ട് അതിനകത്ത് ഇവരുടെ എല്ലാ തരത്തിലുള്ള ഡയഗ്നോസിസും അതുപോലെ പ്രൊസീജിയേഴ്സും ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും. പിന്നെ അറ്റൻഡിങ് ഫിസിഷ്യൻ ആരാണ്, ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ അറ്റൻഡിങ് ദാറ്റ് പർട്ടിക്കുലർ പേഷ്യന്റ്, ആരാണ് ആ പേഷ്യന്റിനെ നോക്കിയത്, അതുപോലെ അങ്ങനെ ആ ആൾക്ക് എന്തായാലും ആ ഒരു പേഷ്യന്റിനെ നോക്കിയ ഫിസിഷ്യൻസിന് ദേ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഗിവിംഗ് ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് ദാറ്റ് പേഷ്യന്റ്. ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എല്ലാ തരത്തിലുള്ള വിശദ വിവരങ്ങൾ ഒക്കെ കൃത്യമായിട്ട് ആൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ എന്തൊക്കെ രോഗം ഇയാൾ കണ്ടെത്തി, അതെന്തൊക്കെയാണ് വ്യക്തമായിട്ട് എഴുതി, അതും പൂർണ്ണമായിട്ട് എഴുതണമെന്ന്. അത് ചുരുക്കി ഷോർട്ട് നോട്ട് പോലെ ഒന്നും എഴുതാൻ പാടില്ല. അതായത് റിട്ടൺ ഇൻ ഫുൾ വിത്തൗട്ട് സിംബൽസ് ആൻഡ് അബ്രിവേഷൻസ്. സിംബൽസ് അബ്രിവേഷൻസ് ഒന്നും ഉപയോഗിച്ച് എഴുതാൻ പാടില്ല. കൃത്യമായിട്ട് അത് അതിനകത്ത് എഴുതി ചേർക്കണം. മനസ്സിലായി? പേഷ്യന്റിനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ്. ആൾക്ക് എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി, ആൾക്ക് എന്തൊക്കെ പരിശോധനകൾ നടത്തി, ആളിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് നടത്തോ ഒക്കെ ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ നമ്മളുടെ ഫിസിഷ്യൻ ആരാണോ ആ രോഗിയെ ട്രീറ്റ്മെന്റ് നടത്തുന്നത് അല്ലെങ്കിൽ ആളെ എന്താ പറയാ നോക്കുന്നത്, അറ്റൻഡിങ് ആയിട്ടുള്ള ഫിസിഷ്യൻ ആരാണോ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് കൃത്യമായിട്ട് ഈ പറയുന്ന വിവരങ്ങളെ എഴുതി പിടിപ്പിച്ച് വെക്കുക. അത് എഴുതി പിടിപ്പിക്കുമ്പോൾ അതിനകത്ത് സിംബൽസോ കുഞ്ഞു കുഞ്ഞു അടയാളങ്ങളോ സൈനുകളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ആൻഡ് ഓൾസോ അബ്രിവേഷൻസ് ഉപയോഗിക്കാൻ പാടില്ല. മെഡിക്കൽ ടെർമിനോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽസിൽ. ഇത് പേഷ്യന്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് മെഡിക്കൽ റെക്കോർഡ്സിൽ അതിനകത്ത് ഇതുപോലുള്ള അബ്രിവേഷൻ സിംബൽസ് ഉപയോഗിക്കാതിരിക്കുകയാണ് ബുദ്ധി. കാരണം പിന്നീട് എടുത്ത് ആരെങ്കിലും എടുത്ത് പഠന വിധേയമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ലീഗൽ പ്രൊസീജിയേഴ്സിനോ ചിലപ്പോൾ ഈ റെക്കോർഡ്സ് ചോദിച്ചാൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് മെഡിക്കൽ ടെർമിനോളജി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയാൽ നിങ്ങള് പറ്റുമോ?
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചു മെഡിക്കൽ ടെർമിനോളജിയില് ഹോസ്പിറ്റൽസിലെ മെഡിക്കൽ ടെർമിനോളജി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ കാര്യങ്ങളൊക്കെ കോഡ് ചെയ്ത് അബ്രിവിയേറ്റ് ചെയ്തൊക്കെയാണ് എഴുതുന്നത്. പക്ഷെ അത് അവിടെ അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. മനസ്സിലായോ? ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തത്. അതായത് ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ ഇങ്ങനെ അവരവരുടെ അകത്ത് അവരുടെ ഹോസ്പിറ്റൽസിനകത്ത് ഇപ്പൊ ഡോക്ടേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അന്നേരം അവർക്ക് അബ്രീവിയേഷൻ ഉപയോഗിക്കാം. ബിക്കോസ് ഈക്വലി ബോത്ത് ഓഫ് ദം നോ ദാറ്റ്. അവർക്ക് രണ്ടു കൂട്ടർക്കും അറിയാം ഇതിന്റെ അബ്രീവിയേറ്റഡ് ഫോമാണ് ഇത് എന്ന്, അല്ലെ? പക്ഷെ പുറത്തുനിന്ന് വന്ന അത്രയും ഹോസ്പിറ്റൽസുമായിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകൾക്ക് അതേക്കുറിച്ച് അറിവുണ്ടാവണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം ഇൻഫോർമേഷൻസ് നമ്മൾ റിട്ടൺ ഫോമിൽ എഴുതണം, അതും സിംബൽസും അബ്രീവിയേഷൻസും ഉപയോഗിക്കാതെ എഴുതണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അതിൽ രണ്ടാമത്തെ പോയിന്റ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡില് എങ്ങനെയാണ്, അത് ആരാണ്, ഫിസിഷ്യൻ ആണ് അത് ഒതന്റിക്കേറ്റ് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് അതിൽ എഴുതി സിംബൽസോ അബ്രിവിയേഷൻസോ ഇല്ലാതെ ഫുള്ളായിട്ട് മൊത്തം പൂർണ്ണമായിട്ട് ഇന്ന സാധനമാണ് പൂർണ്ണമായിട്ട് അത് ഉപയോഗിക്കണം. ദാറ്റ്സ് ഓൾ. യെസ്. സോ അടുത്ത ക്ലിനിക്കൽ ഡാറ്റ എന്താണ്? മെഡിക്കൽ ഹിസ്റ്ററിയാണ്. മെഡിക്കൽ ഹിസ്റ്ററി അടുത്ത ക്ലിനിക്കൽ ഡാറ്റ. അപ്പോ നമുക്കറിയാം ഹോസ്പിറ്റൽസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഹാവ് ടു മേക്ക് സം പ്രിലിമിനറി ഡയഗ്നോസിസ്, അല്ലെ? അതായത് പ്രാഥമികമായിട്ടുള്ള ചില എന്താ പറയാ രോഗ പരിശോധനകളൊക്കെ നടത്തേണ്ടി വരും, അല്ലെ? അപ്പൊ അത് ഒക്കെ എന്ത് ചെയ്യണം? ഫിസിഷ്യൻ കൃത്യമായിട്ട് ഡാറ്റ ആയിട്ട് മാറ്റി വെക്കണം, അല്ലെ? എന്താണ് ആൾ പരിശോധിച്ചു, ഇപ്പൊ ടെമ്പറേച്ചർ നോക്കി, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് നോക്കി, അല്ലെങ്കിൽ പൾസ് നോക്കി, അല്ലെങ്കിൽ BP നോക്കി, ഓക്സിജൻ കൗണ്ട് നോക്കി, ബ്ലഡ് കൗണ്ട് നോക്കി, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. അത്തരം ഡയഗ്നോസിസ് ആയി ചെയ്ത എന്ത് കാര്യമാണ് പ്രാഥമികമായിട്ട് ആരോഗ്യയില് നമുക്ക് രോഗം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ ഇതെല്ലാം കൃത്യമായിട്ട് ഡാറ്റ ആയിട്ട് പുള്ളിക്കാരൻ അത് എഴുതി വെക്കണം. അതിനകത്ത് ചീഫ് കംപ്ലൈന്റ് എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട? ആളുടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പ്രധാനപ്പെട്ട പരാതി. എന്താ പരാതി? എനിക്ക് രോഗമുണ്ട് എന്നുള്ള ഇത് അസുഖമായിട്ടാണ് ഞാൻ രോഗത്തിൽ വന്നേക്കണേ, അത് പരാതിയാണ്. തീർച്ചയായിട്ടും രോഗികള് ഡോക്ടേഴ്സിനോട് പറയുന്ന കാര്യങ്ങൾ പരാതി തന്നെയാണ്. എന്റെ ശരീരത്തിൽ ഇന്നൊരു അസ്വസ്ഥതയുണ്ട് എന്ന് നടത്തുന്ന പരാതി, അതാണ് ചീഫ് കംപ്ലൈന്റ്. അല്ലാതെ പോലീസിൽ കേസ് കൊടുക്കാൻ പോലത്തെ പരാതിയല്ല കേട്ടോ. മനസ്സിലായോ നിങ്ങൾക്ക്? ചീഫ് കംപ്ലൈന്റ്. അപ്പൊ രോഗിക്ക് പ്രധാനമായിട്ടും എന്താണ് ഉള്ള കാര്യം, ആൾക്ക് എന്താ ബുദ്ധിമുട്ട്, മനസ്സിലാവുള്ള നിങ്ങൾക്ക്? ഓക്കെ അല്ലേ രാവിലെ? രാവിലെ ചടി ചുറുചുറുക്കോടെ വേഗം തമ്പക്കിടോ? ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആയി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. എനർജി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എനർജി തരേണ്ടി വരുമോ? യെസ്. ഓക്കെ, ഇപ്പൊ ശരിയാണ്. അപ്പൊ പ്രധാനമായിട്ടും ആ രോഗിക്ക് എന്താ കംപ്ലൈന്റ് ചെയ്യുന്നത്, ഇന്ന രോഗി ഇന്ന കാര്യത്തിനാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ നോട്ട് ചെയ്യണം. മനസ്സിലായോ? അത് ഒരു മെഡിക്കൽ ഹിസ്റ്ററിയാണ് ആ രോഗിയിൽ നമ്മൾ കണ്ടെത്തിയ കാര്യം. അപ്പൊ പനിയാണ്, അല്ലെങ്കിൽ ചുമയാണ്, ലങ്സിൽ ഇങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, ഇതൊക്കെ കണ്ടുപിടിച്ചു. അപ്പൊ ചീഫ് കംപ്ലൈന്റ് എന്താണെന്ന് വേഗം തന്നെ കൃത്യമായിട്ട് ഫുൾ ആയിട്ട് എഴുതി വെക്കണം. കുഞ്ഞു ഇതായിട്ടല്ല, ഫുൾ ആയിട്ട് എഴുതി വെക്കുന്നു. പിന്നെ പ്രസന്റ് ഇയേഴ്സ്, ഇപ്പൊ ആൾക്ക് എന്താ പ്രശ്നം, ഇപ്പൊ ആളെന്ത് പ്രശ്നത്തിനാ വന്നേക്കുന്നത് അത് എഴുതണം. പിന്നെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഇഫ് അവൈലബിൾ. ആൾക്ക് മുൻപ് വന്നേക്കുന്ന പേഷ്യന്റ് ഒക്കെയാണ്. ഇവിടെ നേരത്തെയും പല പ്രാവശ്യം ഈ പേഷ്യന്റ് ഇവിടെ പല കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആളുടെ ആ ആവശ്യം ഉണ്ടെങ്കിൽ ആ ഹിസ്റ്ററിയൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഡോക്ടേഴ്സ് ചില രോഗികളുടെ ചില കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് നേരത്തെ ഉണ്ടെങ്കിൽ, നേരത്തെ അവർ ഈ എന്തെങ്കിലും വേറെ കാര്യങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വന്ന് കുറച്ച് ദിവസം അഡ്മിറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഹിസ്റ്ററിയൊക്കെ ഒന്ന് എടുത്ത് നോക്കും. ഇതുമായിട്ട് ഇപ്പോഴത്തെ രോഗവും അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ, അതല്ല ബാക്കിയായിട്ടാണ് ഒരു ആൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്, ആളുടെ ഹിസ്റ്ററി ഒന്നും അവിടെ ഇല്ല എങ്കിൽ അത് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ആ ഹിസ്റ്ററി, ആളുടെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യുക. അതുണ്ടെങ്കിൽ അതവിടെ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഫാമിലി ഹിസ്റ്ററി. ഇനി ഫാമിലി ഹിസ്റ്ററി ചോദിക്കും, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, വീട്ടിൽ ആർക്കെങ്കിലും ഇത്തരം രോഗമുണ്ടോ, അത്തരം കാര്യമാണ് കേട്ടോ. അല്ലാണ്ട് വീട്ടിലുള്ളവർക്കൊക്കെ സുഖമാണോ, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ, ഫിനാൻഷ്യൽ സെറ്റപ്പ് എങ്ങനെ, ഇതൊന്നുമല്ല ചോദിക്കുന്നത്. ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ ആളുകളുടെ ഇപ്പൊ ചില രോഗങ്ങളൊക്കെ എന്താ പറയാ നമുക്ക് ഇങ്ങനെ ഇത് കിട്ടും, എന്താ പറയാ പരമ്പരാഗതമായിട്ട് കിട്ടുന്ന ചില ഇതുണ്ട്, നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ആയിട്ടുള്ളവരുടെയൊക്കെ കിട്ടുന്നവരുണ്ടല്ലോ, അല്ലെ? അപ്പൊ ഇൻഹെറിറ്റൻസ് ആയിട്ട് വരുന്ന ചില രോഗങ്ങൾ. അപ്പൊ ഷുഗർ, ചിലവരൊക്കെ പറയും ഷുഗർ, പിന്നെ ഇൻഹെറിറ്റൻസ് ആയിട്ട് വരുന്ന രോഗങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് ചിലതൊക്കെ.
ഹാർട്ട് പ്രോബ്ലംസ്, അതൊക്കെ ചിലർക്കൊക്കെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്ന അവരുടെ വീട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ചില രോഗങ്ങൾ അങ്ങനെ ഫാമിലി ഹിസ്റ്ററിയിൽ നോക്കുമ്പോ ചെക്ക് ചെയ്യുമ്പോൾ ആസ്തുമ, ഓക്കെ, അലർജീസ്, ഇങ്ങനെയൊക്കെ. അപ്പൊ അത് ഹിസ്റ്ററിയിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് ഇത് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവരവിടെ നോട്ട് ചെയ്ത്, കാരണം എന്ന് വെച്ചാൽ ഫാദർക്ക് ഉണ്ട് അല്ലെങ്കിൽ മദർക്ക് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരന്റിനുണ്ട് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബേസിസിൽ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാമല്ലോ. അത് തന്നെ. Then review of system, ROS എന്ന് പറയും കേട്ടോ. റിവ്യൂ ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇറ്റ്സ് എ മെഡിക്കൽ ടെക്നിക്. ഒരു മെഡിക്കൽ ടെക്നിക്കാണ്. ഒരു രോഗിയുടെ പേഷ്യന്റിന് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, എന്നിട്ട് അതിന്റെ ആൻസേഴ്സിൽ നിന്ന് ആ രോഗിയുടെ രോഗം, അതിന്റെ സിംറ്റംസ്, അതിന്റെ ചില അടയാളങ്ങൾ, സൂചനകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്ന കുറെ ചോദ്യം. അതാണ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ നമ്മളിപ്പോ ഒരു റിവ്യൂ പറയാൻ പറഞ്ഞാൽ എന്താ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുക. ഇവിടെ ചില കാര്യങ്ങളെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഡോക്ടർ പേഷ്യന്റിനോട് ചോദിക്കും, കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും റിലേറ്റഡ് ടു ഹിസ് ഇൽനെസ്, ഹിസ് ഓർ ഹെർ ഇൽനെസ്. രോഗത്തെ കുറിച്ച് പല വിവരങ്ങളും ചോദ്യ രൂപേണ ചോദിക്കും. അതിന് അവരുടെ ആൻസർ കിട്ടുമ്പോൾ ആ ആൻസറിൽ നിന്ന് they can identify what are the symptoms or what are the reasons for their illness. അവരുടെ രോഗത്തിന്റെ കാരണമോ സിംറ്റംസോ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? അതിനെയാണ് റിവ്യൂ ഓഫ് സിസ്റ്റം അല്ലെങ്കിൽ ROS എന്ന് പറയാം. നിങ്ങൾക്ക് എഴുതണോ അത് എന്താണ്? ROS ഒന്ന് ബ്രാക്കറ്റിൽ എഴുതാമോ? ROS ഒന്ന് എഴുതാം. എന്നിട്ട് ഞാൻ വേണമെങ്കിൽ അത് എന്താന്ന് പറഞ്ഞുതരാം. ഒന്ന് അവിടെ ജസ്റ്റ് ഒന്ന് ഒരു ഷോർട്ട് നോട്ട് പോലെ അവിടെ എഴുതി വെച്ചോ. കാരണം അത് പിന്നീട് നോക്കുമ്പോൾ റിവ്യൂ ഓഫ് സിസ്റ്റം എന്തെങ്കിലും ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമല്ലോ എന്താണെന്നത്. ഓക്കെ, എഴുതിക്കോ. ഒരു ഹാഷ് നോട്ട് എഴുതാ. ഇറ്റ്സ് എ മെഡിക്കൽ, ഇറ്റ് ഈസ് എ medical history technique. Medical history technique. 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 Technique that involves a series of questions. A series of questions. QUESTIONS. Questions about a patient's body system. A patient's body system. പേഷ്യന്റിന്റെ ബോഡിയുടെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന കുറെ ചോദ്യങ്ങളാണ്. ബോഡി സിസ്റ്റംസ് to identify 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 the symptoms. 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 മനസ്സിലായല്ലോ? ഓക്കെ, യെസ്. അപ്പൊ കിട്ടിയല്ലോ നിങ്ങൾക്ക്. അപ്പൊ ഇതൊക്കെയാണ് മെഡിക്കൽ ഹിസ്റ്ററിക്കകത്ത് ROS. അതന്നെ, അതിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ, അബ്രീവിയേറ്റഡ് ഫോം ആണ് ROS. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് കേട്ടോ, ആറും ഓയും എസും. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ചിലപ്പോ ഞാൻ മോക്ക് ടെസ്റ്റ് ഒക്കെ അങ്ങനെ ചോദിക്കും ROS എന്താണ് എന്ന്. നമ്മൾ എടുത്ത് പറയുന്ന പല കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് നമ്മളൊന്ന് പഠിക്കുന്ന സമയത്ത് പിന്നീട് നമുക്ക് റെഫർ ചെയ്തൊക്കെ ഒന്ന് അറിയാം. ഓക്കെ, ജോലിക്കൊക്കെ പോകുമ്പോ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വായിച്ചു നോക്കാനുള്ളതാണ് ഈ പറയുന്ന നോട്ടൊക്കെ, അല്ലെ? പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ഒരുങ്ങുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. പരീക്ഷയ്ക്ക് ഇത്തിരി മാർക്ക് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമുക്ക് ഒന്നും മനസ്സിലാകാതെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിച്ചാല് അതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ ഇതുകൊണ്ട് പല ഗുണമുണ്ട്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി ചെയ്യാൻ പോകുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ സംഭവം എന്നിങ്ങനെ വായും പിടിച്ച് നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ നമ്മൾ കേട്ടിരിക്കുന്ന നമുക്ക് പരിചിതമായ വാക്കുകളാണ്, പരിചിതമായ ടേംസ് ആണ്, പരിചിതമായ സെന്റൻസുകളാണ്, സ്റ്റേറ്റ്മെന്റുകളാണ്, പരിചിതമായിട്ടുള്ള ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന കുറെ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് പരിചിതമാണ് എന്ന് നമുക്ക് മനസ്സിലാകും, അല്ലെ? അതെന്തുകൊണ്ടാണ് നമുക്ക് പുസ്തകങ്ങളിലുള്ളത് വായിച്ച് കേൾക്കുന്നതൊക്കെ മനസ്സിലാക്കി വെച്ച് അത് നമ്മളുടെ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കേണ്ട സമയത്ത് എടുക്കാൻ പറ്റും. മനസ്സിലായോ? അതുകൂടി വേണ്ടിയിട്ട് പഠിക്കണട്ടാ.
Okay. Yes. But next one is the physical examination. Physical examination. Okay. So it is also the physician have to collect some baseline data about the patient, which help them to decide a diagnosis. ഈ രോഗം എന്താണ്, രോഗിക്ക് എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ, ചികിത്സയുടെ ഭാഗമായിട്ട് പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ചില ബേസ് ലൈൻ ഡാറ്റ ഉണ്ട്. ബേസ് ലൈൻ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the data which is collected at the time at the beginning of consultation. അതായത് നമുക്ക് ഒരു എന്താ പറയാ രോഗിയെ കാണുമ്പോൾ തന്നെ ആ കൺസൾട്ടേഷൻ പോയിന്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രോഗിയിൽ എന്തൊക്കെ കാര്യം ചെയ്യണം, ഈ രോഗി ഇന്ന മരുന്ന് കൊടുക്കണം അല്ലെങ്കിൽ ഇന്നൊരു പ്രൊസീജിയർ ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കണ്ടേ. ആ തീരുമാനം എടുക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന കളക്ട് ചെയ്യുന്ന ഡാറ്റ അതിനെയാണ് ബേസ് ലൈൻ. ബേസ് എന്താ, അടിസ്ഥാനം, അടിത്തറ എന്നൊക്കെ നമ്മൾ പറയൂ അല്ലെ, പറയൂലേ, അതാണ്. അപ്പൊ അതന്നെ ഇവിടെ തന്നെ അത് തന്നെയാണ് ബേസ് ലൈൻ ഡാറ്റ എന്ന് പറയുന്നത്. ആ പേഷ്യൻസിനെ കുറിച്ച് നമ്മൾ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷനോ അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് കൺസൾട്ടേഷനോ തുടക്കം തന്നെ ആൾക്ക് എന്ത് പരിചരണം നൽകണം, എന്ത് മരുന്ന് കൊടുക്കണം, എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം, എന്ത് പ്രൊസീജിയർ നടത്തണം, അല്ലെങ്കിൽ എന്ത് ടെസ്റ്റ് ചെയ്യിപ്പിക്കണം ആളുടെ എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന കുറെ ഇൻഫോർമേഷൻസ് ഡാറ്റ കളക്ട് ചെയ്യും ആളിൽ നിന്ന്. അപ്പൊ ആ വിവരങ്ങളൊക്കെയാണ് ഇവിടെ ബേസ് ലൈൻ ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് വേണമെങ്കിൽ ഞാൻ എഴുതി തരാം. ബേസ് ലൈൻ ഡാറ്റ ചില നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത ചില കാര്യങ്ങൾ വരുമ്പോഴാണ് ഞാൻ അതൊന്ന് എഴുതി വെക്കാൻ പറയുന്നത്. അതൊക്കെ നമ്മുടെ പുസ്തകത്തിൽ തന്നെ ഉള്ളത് മതി. അപ്പൊ അതുപോലത്തെ ഒന്നായിരുന്നു ROS, പിന്നെ ബേസ് ലൈൻ ഡാറ്റ. ഓക്കെ, അത് പറയാം. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് മനസ്സിലായോ നിങ്ങൾക്ക്? ബേസ് ലൈൻ ഡാറ്റ എന്താണെന്ന് ഞാൻ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി തരാം. കാര്യം മനസ്സിലായോ? ഓക്കെ. സോ ദാറ്റ് ഇൻക്ലൂഡ്സ് ആ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷൻസിൽ നമ്മുടെ ബോഡി സിസ്റ്റത്തെ മൊത്തം എക്സാമിൻ ചെയ്യലാണ്. ചിലപ്പോ രോഗത്തിന്റെ ഇതനുസരിച്ചിട്ടാണ്. ഇപ്പൊ ചുമ, പനിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരെ അവിടെ ഇരുത്തി ഇങ്ങനെ പരിശോധിക്കുന്നു, അവരുടെ വാതം നോക്കുന്നു, പനി ഉണ്ടോന്ന് നോക്കുന്നു, മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. ഒരു നെർവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നെർവസിന്റെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ആളുകളാണെങ്കിൽ അവരെ കൊണ്ട് ചില കാര്യങ്ങൾ കൈപൊക്കെ നോക്കാൻ പറയുന്നു, പൊക്കി കാണിക്കാൻ പറയുന്നു, അധികം നടന്നു കാണിക്കാൻ പറയുന്നു, അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ പലതിനും പല രീതിയിലാണ് എക്സാമിനേഷൻസ്. അപ്പൊ ബോഡി സിസ്റ്റം, ബോഡി എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ ബോഡിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന എക്സാമിനേഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, എക്സാമിനേഷൻ വിച്ച് ഇൻക്ലൂഡ്സ് ദ ബോഡി സിസ്റ്റം. അത് ഫിസിക്കൽ എക്സാമിനേഷനിൽ വരുന്നതാണ്. മനസ്സിലായോ? ആൻഡ് ഓൾസോ ദീസ് എക്സാമിനേഷൻസ്, അപ്പൊ ഇങ്ങനെയുള്ള എക്സാമിനേഷൻസ് നടത്തുന്നത് എല്ലാവർക്കും ഒരുപോലെ നടത്തുന്ന എക്സാമിനേഷൻ അല്ല. It depends upon the age, sex, and also patient's symptoms of disease. എന്ത് രോഗമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രോഗത്തിന്റെ ലക്ഷണങ്ങള്, പിന്നെ ആളുടെ പ്രായം, ആളുടെ എന്താ പറയാ സെക്സ്, മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതൊക്കെ വെച്ചിട്ടാണ് ഈ പറയുന്ന ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ ലാബിൽ നിന്ന് കിട്ടിയ ചില ഡാറ്റാസ്, ഇപ്പൊ ലാബ് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തു അതിന്റെ റിസൾട്ട് നോക്കിയിട്ട്, അപ്പൊ ഇതിന്റെയൊക്കെ ബേസിസിലായിരിക്കും ഫിസിക്കൽ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുക. ക്ലിയർ ആയോ? അപ്പൊ വെറുതെ ഒന്ന് പരിശോധിച്ചു, ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ലാബ് ടെസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ വേറെ ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും അതിനകത്ത് ഫൈൻഡിങ്സിൽ അവർക്ക് എന്തെങ്കിലും അപാകത തോന്നി, അല്ലെങ്കിൽ ആ കണ്ടെത്തിയതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി, അപ്പൊ വീണ്ടും വന്നിട്ട് വീണ്ടും ഒരു എക്സാമിനേഷൻ പേഷ്യൻസ് നടത്തണം. ബിക്കോസ് നേരത്തെ നടത്തിയ എക്സാമിനേഷനിൽ ബാഹ്യമായിട്ടൊന്നും കണ്ടെത്തിയില്ല ആളില്, പക്ഷെ ലാബ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോ ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തിയില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള ടെസ്റ്റ് എന്താ പറയാ എക്സാമിനേഷൻ ആയിരിക്കും ഫിസിക്കലായിട്ട് പിന്നീട് നടത്തുക. ക്ലിയർ ആയോ? അപ്പൊ അതനുസരിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മളുടെ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു ഡാറ്റയാക്കി അവിടെ സൂക്ഷിക്കും. ക്ലിയർ ആയോ? 3 പോയിന്റ് മനസ്സിലായോ? യെസ്. അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് അതില് മൂന്നാമത്തെ സെന്റൻസ് ആണ്. ദ ഡിഗ്രി ഓഫ് ഡീറ്റെയിൽസ് റിലൈസ്. റിലൈസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് തന്നെയാണ്. ഡിപ്പെൻഡിന്റെ മറ്റൊരു വേർഡാണ് ഓൺ ദ. ഡിപ്പെൻസ് ഓൺ ദ. റിലൈസ് മാറ്റി നമുക്ക് വേണമെങ്കിൽ ഡിപ്പെൻസ് നോക്കാം. Depends on the age and sex of the patient, patient's symptoms and other physical findings or laboratory data. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. എഴുതിയോ? അല്ല, അണ്ടർലൈൻ ചെയ്തോ? ബേസ് ലൈൻ ഡാറ്റ എന്താണെന്ന് എഴുതി വെക്കാം. വേണോ?
വേണമെങ്കിൽ മതി. ഓക്കെ, എഴുതിക്കോ. ബേസ് ലൈൻ ഡാറ്റയുടെ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അവിടെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാവില്ല, ബേസ് ലൈൻ ഡാറ്റ എന്ന് എടുത്ത് എഴുതിയിട്ട് അവിടെ എഴുതി വെക്കാം. ഇൻഫോർമേഷൻ കളക്റ്റഡ്, ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതിക്കോട്ടാ. ഇൻഫോർമേഷൻ കളക്റ്റഡ്, INFORMATION, information collected at the beginning of a situation, at the beginning of a situation, at the beginning of a situation, or the beginning of a situation or process, or process, എന്തെങ്കിലും പ്രോസസ്സിന്റെയോ ഏതെങ്കിലും സാഹചര്യത്തിന്റെയോ തുടക്കം തന്നെ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ, or process to establish a starting point, to establish, 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 to establish a starting point, STARTING, starting point, ഒരു തുടക്കത്തിന് വേണ്ടി കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ് ബേസ് ലൈൻ ഡാറ്റ. നെക്സ്റ്റ് വൺ ഫിസിഷ്യൻസ് ഓർഡർ ആണ്. അടുത്തത് ഫിസിഷ്യന്റെ ഓർഡർ. ഫിസിഷ്യൻ ആരാ? ട്രീറ്റിംഗ് ഡോക്ടർ അല്ലെ, ആ ഒരു രോഗിയെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ, അവരുടേതായ ചില ഓർഡേഴ്സ് ഉണ്ട്. ഇത് ക്യാൻ ബി റിട്ടൺ ഓർ ഓറൽ. ചിലപ്പോൾ ഡോക്ടർമാര് ആ പേഷ്യന്റ് ഇന്ന കാര്യം ചെയ്യും വാഗൊന്ന് പറയുള്ളൂ, ചിലപ്പോൾ അതൊക്കെ എഴുതി തന്നെ വിടും. ഓക്കെ, അപ്പൊ അത് എന്താ പറയാ, ഈ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഫിസിഷ്യൻ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. നഴ്സസിനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റാഫിനോടൊക്കെ പറയുകയാണ് ഇന്ന കാര്യം ഈ പേഷ്യന്റിൽ ചെയ്യുന്നത്. അപ്പോ ചിലപ്പോ മേ ബി റിഗാർഡിംഗ് ദയർ മെഡിക്കേഷൻസ്, ദയർ ട്രീറ്റ്മെന്റ് എക്സെട്ര, അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടതായിരിക്കാം, മരുന്ന് കൊടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടതായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയോ അല്ലെങ്കിൽ വാഗുണ്ടോ പറഞ്ഞ് നഴ്സസിനോടോ മറ്റ് ആക്സിലറി ആയിട്ടുള്ള മീൻസ് സഹായിക്കുന്ന മറ്റ് സേവനം ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ആരുടെങ്കിലും ഇങ്ങനെ പറഞ്ഞോ അറിയിച്ചോ ഒക്കെ കൊടുക്കുന്ന അത് ആ കുറിപ്പ്, അതിനെയാണ് ഫിസിഷ്യൻസ് ഓർഡർ കുറിക്കുക. മനസ്സിലായോ? ഒരു പേഷ്യന്റിനെ കാണാൻ, അല്ല രോഗിയെ ഡോക്ടറെ കാണാനായിട്ട് ഒരു പേഷ്യന്റ് വന്നിരിക്കുകയാണ്. നമ്മൾ ഇരിക്കുന്ന സമയത്തെ ചിലപ്പോ പറയില്ലേ, അപ്പൊ തന്നെ എന്തെങ്കിലും മണിയടിക്കോ? നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ഡോക്ടറുടെ മുമ്പിൽ ഒരു ബെല്ലുണ്ടായിരിക്കും, ആ ബെല്ലിൽ ക്ലിക്ക് ടച്ച് ചെയ്യുമ്പോ അപ്പൊ തന്നെ സൗണ്ട് കേട്ടിട്ട് ഏതെങ്കിലും ഒരു നഴ്സോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളോ അവിടെ വരും അല്ലെ? വരുമ്പോ ഡോക്ടർ എന്തെങ്കിലും പറയാറുണ്ട്, എന്തെങ്കിലും എടുത്തോണ്ട് വരാനായിരിക്കും. ചിലപ്പോ അവിടെ നിന്ന് പരിശോധിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ എന്തെങ്കിലും ഒരു ഗുളിക ഈ പേഷ്യന്റിന് കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ അവരെ വിളിക്കും, പിന്നെ സാധനം അപ്പൊ തന്നെ കൊണ്ടുവരിക. അതൊരു ഓർഡറാണ്, ഫിസിഷ്യന്റെ ഓർഡറാണ്. അല്ലെങ്കിൽ വിളിച്ചിട്ട് വേഗം തന്നെ ഇപ്പൊ തന്നെ ആളുടെ ഇതൊന്നും നോക്കണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ എന്തെങ്കിലും ചെയ്യാനായിരിക്കാം. അപ്പൊ അത് വന്നിട്ട് നോക്കുന്നു അവിടെ തന്നെ എടുത്തിട്ട്, അതായത് കൺസൾട്ടേഷൻ കൂടി തന്നെ. സോ ഇറ്റ്സ് ഓൺ ഓർഡർ ഓഫ് ഫിസിഷ്യന്റെ ഓർഡറാണ്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടോ മെഡിക്കേഷൻസുമായി ബന്ധപ്പെട്ടോ നഴ്സസിനോടോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സ്റ്റാഫ്സിനോടോ ഒക്കെ എന്തെങ്കിലും ഫിസിഷ്യൻ ഡയറക്റ്റ് ചെയ്യണം, ഇന്ന കാര്യം ചെയ്യൂ എന്ന് പറയുന്നത്. അതാണ് ഫിസിഷ്യൻസ് ഓർഡർ. അത്രയുള്ളൂ. മനസ്സിലായ? അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, ഫിസിഷ്യൻസ് ഓർഡർ. ഓക്കെ, ഫുൾ അണ്ടർലൈൻ ചെയ്യാം. ഒറ്റ സെന്റൻസ് ഉള്ളൂ. പ്രോഗ്രസ് നോട്ട് ആണ് അടുത്തത് പറഞ്ഞതില്. ഇപ്പൊ നമ്മൾ എവിടെ എത്തി? പ്രോഗ്രസ് നോട്ടിൽ എത്തിയിട്ട് അപ്പൊ ഫിസിഷ്യൻസ് ഓർഡർ അവിടെ ഉണ്ട്. അവിടെ ഫിസിഷ്യൻസ് മാത്രമേ കിടന്നിരുന്നുള്ളൂ, അതിന്റെ കൂടെ നമ്മളൊരു ഓർഡർ ചേർത്തു. കാരണം ഇവിടെ പറഞ്ഞത് അഞ്ചാമത്തേത് പ്രോഗ്രസ് നോട്ടാണ് കേട്ടോ. പ്രോഗ്രസ് നോട്ട്സ് എന്താണ് പ്രോഗ്രസ് നോട്ട്സ്? നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലില് ഒരു രോഗിയെ കൊണ്ടുപോയി ആളെ അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വി ക്യാൻ സീ ഈച്ച് ആൻഡ് എവറി ഡേ, ഓരോ ദിവസവും ദ ഡോക്ടേഴ്സ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം വിൽ ഗോ ഫോർ എ റൗണ്ട്സ് അല്ലെ? തങ്ങളുടെ ഓരോ പേഷ്യൻസ് എവിടേക്കാ കിടക്കുന്നത് അവരെയൊക്കെ ഒന്ന് നോക്കാനായിട്ട് റൗണ്ട്സിന് പോകാന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ അല്ലെ? നമ്മളിപ്പോ ചിലപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടാകാം, നമ്മൾ ആർക്കെങ്കിലും വേണ്ടി 5 stars ആയിട്ട് പോയി നിന്നിട്ടുണ്ടാകാം. നമുക്ക് കാണാം ഇപ്പൊ കാലത്ത് ഒരു 10 മണിക്ക് അല്ലെ ഡോക്ടർമാര് റൗണ്ടിന് വരും. അതായത് അവര് കിടത്തിയിരിക്കുന്ന, ചികിത്സിക്കാൻ വേണ്ടി കിടത്തിയിരിക്കുന്ന പേഷ്യൻസിനെ നോക്കുക എന്നുള്ളതാണ്. എന്തിനാ നോക്കുന്നത്? എല്ലാ ദിവസം വന്നിട്ട് വിശേഷം വന്ന് തിരക്കി പോകാൻ വേണ്ടി മാത്രമാണോ? അല്ല. they have to find what is the progress of that particular patient. ആ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന്റെ പുരോഗതി എങ്ങനെയുണ്ട്, ആളുടെ രോഗം ഭേദമാകുന്നുണ്ടോ, വന്ന അതേ കണ്ടീഷനിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്, ആളുടെ രോഗത്തിന്റെ ഇതില് യാതൊരു മാറ്റവും കാണുന്നില്ലേ എന്നൊക്കെ നോക്കാനാ. എന്നിട്ട് അതൊക്കെ എന്ത് ചെയ്യും?
അതനുസരിച്ച് ഇപ്പൊ ഇന്നലെ വന്നപ്പോ തീരെ വയ്യായിരുന്നു, ഇന്ന് പതുക്കെ എഴുന്നേറ്റെങ്കിലും ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ദാറ്റ് പ്രോഗ്രസ് ഹാവ് ടു ബി നോട്ടഡ്. അതെന്ത് ചെയ്യും, ആ പുരോഗതി അവരൊക്കെ തന്നെ കുറിച്ച് വെക്കും. അങ്ങനെ തയ്യാറാക്കുന്ന നോട്ടാണ് പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ കോസ് ഓഫ് പേഷ്യൻസ് ഇൽനെസ്. അതായത് പേഷ്യന്റിന്റെ രോഗത്തിന്റെ കാരണം, അതുപോലെ തന്നെ പേഷ്യന്റ് കൊടുക്കുന്ന മരുന്നിനോട് ഹൗ റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റിനോട് അല്ലെങ്കിൽ മരുന്നുകളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് രോഗിയുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു. പിന്നെ പോകുന്ന സമയത്ത് അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ് വാട്ട് ഈസ് ദ സ്റ്റാറ്റസ്, അവർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സ്ഥിതി, അല്ലെ പൂർണ്ണമായി ഭേദമായാണോ പോയെ, അല്ലെങ്കിൽ ഒരു 80% ഓഫ് രോഗം ഭേദമായാണോ പോയെ, അല്ലെങ്കിൽ ഒരു 90% ഓഫ് രോഗം ഭേദമായാണോ പോയെ, എവറിത്തിങ്. ഇതൊക്കെ നോട്ട് ചെയ്യുക. ഇതൊക്കെ പ്രോഗ്രസ് നോട്ടാണ്. മനസ്സിലായോ? സ്കൂളിലെ പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ തന്നെ പുരോഗതി ഉണ്ടോ ഇല്ലേ, കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് കിട്ടിയുള്ളൂ, ഇപ്രാവശ്യം കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്, പഠിക്കാനൊക്കെ തുടങ്ങി തോന്നുന്നു, ഇനിയും നിനക്ക് പറ്റുമോ പറയൂ അല്ലെ. ഇതും അതുപോലെയൊക്കെ തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന പേഷ്യൻസിന് അവരുടെ രോഗത്തില് ഭേദമാകുക എന്നുള്ളതാണ് അല്ലെ. രോഗം കൂടുകയല്ല ഇവിടെ, പക്ഷെ പ്രശ്നം അത് കുറയുക എന്നുള്ളതാണ്. അവിടുത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പോലെയല്ല, ഇവിടെ രോഗം ഇത്രയും ഫുള്ളി ഒരു 90% വലിയൊരു ഇഞ്ചുറിയുമായിട്ട് ഒരാൾ വരുന്നു. ആളുടെ ആ ഇഞ്ചുറീസ് നമ്മൾ മരുന്ന് കൊടുക്കുന്നതനുസരിച്ച്, കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾക്ക് അനുസരിച്ച് കുറഞ്ഞു വരണം അല്ലെ. അതാണ് അതൊക്കെ എഴുതുന്നതാണ് പ്രോഗ്രസ് നോട്ട്. ഇനി അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ്, ആരാണോ ആ പറയുന്ന രോഗിയെ നോക്കുന്നത്, ആ ആള് that physician is responsible for completing the progress notes. ഈ പ്രോഗ്രസ് നോട്ട്സ് ഒക്കെ പൂർണ്ണമാക്കി കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആരാ? അവരെ കൊണ്ട് ഇരിക്കലല്ല, നോക്കിയാൽ ഇപ്പൊ ഞാൻ പോയ ഡോക്ടർ മിസ്റ്റർ എക്സ് എന്ന് വിചാരിക്കാം, ആ ഡോക്ടർ തന്നെയാണ് എന്നെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രസ് വരുന്നതും എന്റെ പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കുന്നതും അത് കംപ്ലീറ്റ് ചെയ്യുന്നതും. ക്ലിയർ ആയോ? സെന്റൻസ് മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസ് മനസ്സിലായോ? ഓക്കെ, അടുത്തത് ഇതിനകത്ത് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് അഡ്മിഷൻ നോട്ട്സ്, ഫോളോ അപ്പ് നോട്ട്സ് ആൻഡ് ഓൾസോ ഫൈനൽ നോട്ട്. അപ്പൊ ഈ പ്രോഗ്രസ് നോട്ട്സ് എന്തൊക്കെ വരും എന്ന് അറിയാതെ അഡ്മിഷന്റെ സമയത്ത് ഉള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഫോളോ അപ്പ്, പിന്നെ ഓരോ ദിവസവും ചെന്ന് ഓരോ ദിവസവും ദിനം പ്രതി അയാൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് വരെ ദിവസം കിട്ടുന്ന അതനുസരിച്ചിട്ടുള്ള ഫോളോ അപ്സ്, അതിന്റെ നോട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഫൈനൽ നോട്ട്, ലാസ്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള നോട്ട്സ് ഇതൊക്കെ ഇതിനകത്ത് വരും. ഏതൊക്കെ വരും? അഡ്മിഷൻ നോട്ട്, എന്താ പറയാ ഫോളോ അപ്പ് നോട്ട് ആൻഡ് ഓൾസോ ഫൈനൽ നോട്ട് ഒക്കെ വരും കേട്ടോ. സോ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, ഈ അഡ്മിഷന്റെ സമയത്തുള്ള നോട്ടിനകത്ത് പേഷ്യന്റ് വരുമ്പോൾ വൺ വാസ് ഹിസ് ഓർ ഹെർ ജനറൽ കണ്ടീഷൻ, വരുന്ന സമയത്ത് ആളുടെ കണ്ടീഷൻ എന്താണ്, ആളുടെ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, ആളുടെ മെഡിക്കൽ ഹിസ്റ്ററി, പിന്നെ ആളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, എവറിത്തിങ് വിൽ ബി മാർക്ക്ഡ് ഇൻ ദിസ് പ്രോഗ്രസ് നോട്ട്സ്. ഇതൊക്കെ കൃത്യമായിട്ട് പ്രോഗ്രസ് നോട്ട്സിൽ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന എന്നുള്ളതാണ്. അത് എന്താ പറയാ, പ്രോഗ്രസ് നോട്ട്സിനകത്ത് ഓൾ ട്രീറ്റ്മെന്റ്സ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ടു ദ പേഷ്യന്റ് ഓൾസോ ഷുഡ് ബി പ്രൊവൈഡ്. അതായത് എന്തൊക്കെ ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് കൊടുത്തിട്ടുണ്ടോ അതിന്റെ റെസ്പോൺസും അതും ഒക്കെ പ്രോഗ്രസ് നോട്ട്സിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. മനസ്സിലായോ? ഇന്ന ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു, അതിന് ആ രോഗിയുടെ ശരീരം എങ്ങനെ പ്രതികരിച്ചു, അതൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ക്ലിയർ ആയോ പ്രോഗ്രസ് നോട്ട്സ്? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇത് കേട്ടോ. Progress notes is related to the cause of the patient's illness, response to treatment and status on discharge. It is related എന്നുള്ളത് മാറ്റി അവിടെ പ്രോഗ്രസ് നോട്ട്സ് എന്നാക്കിയിട്ട് വേണം ആ സെന്റൻസ് വായിക്കാൻ. ഓക്കെ, അവിടെ നമുക്ക് പരീക്ഷയ്ക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് അഡ്മിഷൻ നോട്ട് എന്നുള്ള 4ാമത്തെ പോയിന്റ് കൂടി അണ്ടർലൈൻ ചെയ്യണം. 4ാമത്തെ പോയിന്റ്, history and physical information are marked. അവിടെ വരെ മതി. ഓക്കെ അല്ലേ? പറഞ്ഞോട്ടെ. അടുത്തത് ചിലതൊക്കെ മാത്രമേ വലുതുണ്ടായുള്ളൂ. ഇനിയൊക്കെ കുഞ്ഞിതാ, ചിലർക്ക് മാത്രമേ പിന്നെ വലുതുള്ളൂ പോയിന്റുകളായിട്ട്. അപ്പൊ തന്നെ പഠിച്ചു പോകാൻ പറ്റും നമുക്ക്, അങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ലെറ്റ്സ് സീ. അടുത്തത് പാത്തോളജി റിപ്പോർട്ടാണ്. 7ാമത്തെ അല്ലേ? അല്ല, 6ാമത്തേത് പാത്തോളജി റിപ്പോർട്ട് ആണ്. സീ, some part of our body, some tissues or cells have to be removed
ഫോർ ഡയഗ്നോസിസ് അല്ലെ. ചിലപ്പോഴൊക്കെ ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ചില കലകള് ചില സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് അത് എന്താ പറയാ മൈക്രോസ്കോപ്പിക്കോ അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷന് വേണ്ടി ചിലതൊക്കെ നമുക്ക് എടുത്ത കണ്ണുകൊണ്ടൊക്കെ നോക്കി കാണാൻ പറ്റും. മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന അത് കുറച്ച് വലിപ്പമുള്ള ഓർഗൻസ് ഒക്കെ നമുക്ക് കണ്ണുകൊണ്ടൊക്കെ കണ്ടെത്താൻ പറ്റുന്നതായിരിക്കാം ചില കാര്യങ്ങള്. പക്ഷെ ചിലതിന് ഇറ്റ് നീഡ്സ് മൈക്രോസ്കോപ്പിക് സ്റ്റഡി, മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പഠനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ബോഡിയിൽ നിന്ന് എന്തെങ്കിലും ടിഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില ഭാഗങ്ങൾ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇറ്റ് ഈസ് സെന്റ് ഫോർ സം പ്രൊസീജിയേഴ്സ് ലൈക്ക് ബയോപ്സി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചില പ്രൊസീജിയേഴ്സിന് വേണ്ടി, ഫോർ എക്സാമ്പിൾ ബയോപ്സി അതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും ടിഷ്യൂസ് ഒക്കെ എടുത്തിട്ട്. ആ ഒരു എന്താ പറയാ അത് കണ്ടെത്താൻ വേണ്ടിയാണ് ആൾക്കാരുടെ ആ രോഗം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ടിഷ്യൂസ് എടുത്ത് റിമൂവ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അതിനെ കുറിച്ചുള്ള റിപ്പോർട്ട്, അതാണ് പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മുടെ വയറ്റിനകത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ശരീരത്തിന്റെ ഭാഗത്തൊക്കെയുള്ള ട്യൂമേഴ്സ് മുഴകളൊക്കെ റിമൂവ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ പഠനത്തിന് അയക്കും അല്ലെ. അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു സാധനമാണല്ലോ എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു റിപ്പോർട്ട് വേണം. ഇന്ന പാർട്ടിൽ നിന്ന് ഇന്നൊരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അത് റിപ്പോർട്ടായിട്ട് അവിടെ എഴുതി വെക്കണം. അല്ലെങ്കിൽ പിന്നീടൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആളുകൾ നേരിട്ട് കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആയി മാറാൻ സാധ്യത. അപ്പൊ മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ടിഷ്യൂസ് എക്സെൽഡ് ഓർ റിമൂവ്ഡ് ഫ്രം അവർ ബോഡി ഫ്രം ദ പേഷ്യന്റ് at the time of any സർജറിയുടെ സമയത്തോ എന്തെങ്കിലും പ്രൊസീജിയറിന്റെ സമയത്തോ ഇതുപോലുള്ള സാധനങ്ങൾ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് അത് കൊടുക്കുന്ന ഫോർ പാത്തോളജിക്കൽ അനാലിസിസിന് വേണ്ടി അയച്ചു കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കണം വിവരിച്ച് അത് കൃത്യമായിട്ട് എഴുതണം. മൈക്രോസ്കോപ്പിക് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണോ മാക്രോസ്കോപ്പിക് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനൊരു സാധനം റിമൂവ് ചെയ്തത് എന്നത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അതാണ് പാത്തോളജി റിപ്പോർട്ട്. ക്ലിയർ ആയോ? മനസ്സിലായ? മൈക്രോസ്കോപ്പിക് പാത്തോളജി റിപ്പോർട്ട് പഠിക്കുമ്പോൾ ഓർത്താൽ മതി ബയോപ്സിയുടെ കാര്യം. അതൊരു എക്സാമ്പിൾ ആയിട്ട് ഓർത്താൽ മതി അല്ലെ. ബയോപ്സിക്ക് അയക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇതുപോലെയുള്ള ടിഷ്യൂസ് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് റേഡിയോളജി റിപ്പോർട്ട് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സ്കാനേഴ്സ് ഉപയോഗിച്ചിട്ട് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അതൊക്കെ അവിടെ അതിനകത്ത് എക്സ്റേ വരും, റേഡിയോ ആക്റ്റീവ് സ്കാനിങ് വരും, തെർമോഗ്രാഫി വരും, സെറോഗ്രാഫി വരും, അൾട്രാസോണോഗ്രാഫി, ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ച് സ്കാനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അതിനും റിപ്പോർട്ട് വേണം. അതൊക്കെ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് എഴുതണം കേട്ടോ. എന്താണ് സീറോഗ്രാഫി, അതായത് എന്താ പറയാ സീറോഗ്രാഫി ഉപയോഗിക്കുന്നത് ചില ഡോക്യുമെന്റുകളും അതുപോലെയുള്ള ചില ഇമേജസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്ക്രീനിൽ പറപ്പിക്കുന്ന രീതിയിൽ ഇമേജസ് ഒക്കെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ചില പഠന രീതികളാണ് കേട്ടോ. അൾട്രാസൗണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഗ്രാഫിക്കൽ ഒരു ഇതാണ് അൾട്രാസോണോഗ്രഫി എന്ന് പറയുന്നത്. അതൊക്കെ ശരീരത്തിന്റെ അകത്തേക്ക് പലതരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്സ് ഒക്കെ കടത്തി വിട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് പഠനത്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ നിന്ന് പതിപ്പിച്ച് അതിന്റെ ഫോട്ടോസും അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുമല്ലോ വീഡിയോസ് ഒക്കെ, ആ ഒരു ഇത് ഉപയോഗിച്ച് ടെക്നിക്ക് ഉപയോഗിച്ച് പല കാര്യങ്ങളും നമ്മൾ കണ്ടെത്തും. അപ്പൊ അതിന്റെയൊക്കെ റിപ്പോർട്ട്സ് കൃത്യമായിട്ട് വേണമെന്ന് റേഡിയോളജി റിപ്പോർട്ടാണ് അതിൽ വരിക. അത് അണ്ടർലൈൻ ചെയ്യുക. ഇൻക്ലൂഡ് എന്തൊക്കെയാണ് റേഡിയോളജി റിപ്പോർട്ട്സിൽ വരാൻ? ഇൻക്ലൂഡ് എക്സ്റേ, റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, തെർമോഗ്രഫി, സെറോഗ്രഫി ആൻഡ് അൾട്രാസോണോഗ്രഫി. ചെയ്തോ? അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. യെസ്, അടുത്തത് കൺസൾട്ടേഷൻ റിപ്പോർട്ടാണ്. അതുകൂടി പറഞ്ഞേക്കാം. കൺസൾട്ടേഷൻ എന്താണ്? പേഷ്യൻസ് കണ്ടീഷൻ വിച്ച് ഈസ് സ്പെഷ്യലൈസ്ഡ് ബൈ ദ ഫിസിഷ്യൻ. അതിന്റെ ഫിസിഷ്യൻസ് പല രീതിയിലും ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കി ആ കൺസൾട്ട് ചെയ്തതിന്റെ റിപ്പോർട്ട്. ഇറ്റ്സ് ദ ഒപ്പീനിയൻ ഓഫ് ദ ഫിസിഷ്യൻ. ഫിസിഷ്യന്റെ അഭിപ്രായമാണ്. രോഗിയെ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ ആ ആളുടെ അഭിപ്രായം അതാണ്. അത് പേഷ്യന്റിന്റെ നടത്തുന്നത് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് നോക്കി പേഷ്യൻസിനെ എക്സാമിൻ ചെയ്യുക, ആളുടെ ഫിസിക്കൽ ആയിട്ടുള്ള എക്സാമിനേഷൻസിന്റെ അതിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഫിസിഷ്യൻ ആണ് പേഷ്യന്റിനെ നോക്കുന്ന ആള് തന്നെ. അത് എന്ത് ചെയ്യുന്നു?
ഫിസിഷ്യൻ അങ്ങോട്ട് തയ്യാറാക്കുന്നു. അതിനെയാണ് നമ്മൾ കൺസൾട്ടേഷൻ റിപ്പോർട്ട്. അതായത് ഹോസ്പിറ്റലിൽ കയറുന്ന പേഷ്യന്റ് ഏത് ഡോക്ടറെ കാണുന്നു, ആ ഡോക്ടർ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻസിനെ കുറിച്ചിട്ടും അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻ, മെഡിക്കൽ റെക്കോർഡ്സിന്റെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് കാര്യമാണോ ആൾ കണ്ടെത്തിയത് അതിന്റെ ഒരു റിപ്പോർട്ട്, അതാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. ഓക്കെ, അത് ആ ഒരു ഫിസിഷ്യന്റെ ഒപ്പീനിയൻ തന്നെയാണ്. ആളുടെ ഒപ്പീനിയൻ, അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കൺസൾട്ടേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അല്ലാതെ വേറെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ടല്ല, പേഷ്യന്റിനോട് ചോദിച്ചിട്ടൊന്നുമല്ല. കൺസൾട്ട് ചെയ്ത ഫിസിഷ്യന്റെ അഭിപ്രായത്തിലാണ് ഇത്തരം ഒരു റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ കൺസൾട്ടേഷൻ റിപ്പോർട്ട്? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അനസ്തേഷ്യ റിപ്പോർട്ട് തുടങ്ങി അടുത്ത ദിവസം എടുക്കാം. പറഞ്ഞാലൊക്കെ തീരില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വരെ നോക്കിയിട്ട് വരിക. നമ്മളിന്ന് പഠിച്ചത് കുറച്ച് കാര്യങ്ങൾ, അതായത് കുറച്ച് ഓരോ ക്ലിനിക്കൽ ഡാറ്റ എങ്ങനെയൊക്കെയാണ്, ഓരോന്നിലും എവിടെയൊക്കെയാണ് ഡാറ്റ വരുന്നത്, അതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് നമ്മളിന്ന് പഠിച്ചത്. റിലീസ് ഓഫ് ഇൻഫർമേഷനും സ്പെഷ്യൽ കൺസെന്റ് വേണ്ട സാഹചര്യങ്ങളും പിന്നെ നമ്മളുടെ കുറെ ക്ലിനിക്കൽ ഡാറ്റാസ് ആരുടെയൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു 8 നമ്മൾ പറഞ്ഞു. അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്, മെഡിക്കൽ ഹിസ്റ്ററി, then physical examination, physician's order, progress note, pathology report and radiology report. Sorry, ഇതിന്റെ ഇടയ്ക്ക് കൺസൾട്ടേഷൻ റിപ്പോർട്ട്, ഇതിന്റെ ഇടയിൽ ബാക്കി വരുന്നുണ്ട്. ആ ഇലക്ട്രോകാർഡിയോഗ്രാഫ് സ്റ്റഡിയിൽ വരുന്നുണ്ട്, പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും വായിച്ചിട്ടൊക്കെ വരിക. സോ അടുത്ത ദിവസം കാണാം. ബാക്കിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ. താങ്ക് യു. Thank you so very much.